ഹായ് ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നൊരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ആയാലോ? ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 കറുകപ്പട്ട, 5 ഏലക്ക, 5 ഗ്രാമ്പു, 4 വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും ആഡ് ചെയ്ത് പച്ചമണം മാറുമ്പോഴേക്കും 2 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 4 സവാള നീളത്തിലരിഞ്ഞതിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ട് ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് നല്ലപോലെ വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ തരിയോട് കൂടി പൊടിച്ച കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. കൂടെ 1.5 ടീസ്പൂൺ ഗരം മസാലയെ ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ 2 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ചിക്കനിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങും. ഏകദേശം ഒരു 20 മിനിറ്റ്സ് ആയപ്പോൾ ചിക്കനിൽ നിന്ന് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി ഏകദേശം ഒരു വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ ഗരം മസാലയും എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് കൂടി തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ നല്ല പാകത്തിന് വേവായി നല്ല കുറുകിയ ഗ്രേവിയൊക്കെ ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം.